Good Good evening. evening. എല്ലാവർക്കും Sunday brother, best wishes for your new year and happy life. ഓക്കെ Happy birthday. Okay. വളരെ വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. നിങ്ങളെ വിഷ് ഞാൻ അതിൻ്റെ അകത്ത് വായിച്ചു. എല്ലാവർക്കും മറുപടി അയക്കാൻ പറ്റിയില്ല. വളരെ നന്ദിയുണ്ട്. ദൈവം ഇത്ര നാളെ സഹായിച്ചു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഏത് നിമിഷവും വരാം. അപ്പോസ്തലനായ പൗലോസ് മുതൽ 2000 കൊല്ലമായിട്ട് വിശ്വാസികളെല്ലാം കർത്താവായ യേശുക്രിസ്തു അവർ ജീവിച്ചിരിക്കുമ്പോൾ വരുമെന്നുള്ള നിലയിലാണ് ഇരുന്നത്. എന്നാൽ ഇപ്പൊ 2000 കൊല്ലം കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് യാതൊരു റിക്വയർമെന്റ് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. വരാനുള്ള എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്നാല് നമ്മളിവിടെ പഠിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് എത്രമായെന്നുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ ചെയ്യുവാനാണ് ഇത് പഠിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മൾ എപ്പോഴും ഏത് നിമിഷം വന്നാലും നമ്മൾ തയ്യാറായിട്ടിരിക്കണമെന്നുള്ള ഉദാഹരണം പറയാമെങ്കിൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഡോക്ടർമാർ പറയും ഇനി ഒരാഴ്ചയെ ജീവിക്കാനുള്ളൂ, ഒരു മാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാസം കൊണ്ട് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തും ആൾക്കാരല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. നമ്മൾ അതിന് തയ്യാറായിട്ടിരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 83 സങ്കീർത്തനത്തിൽ നിന്നാണ് പഠിച്ചത്. 3 ലോകമഹത്വത്തിന്റെ ഒരു പാക്കേജ് ആയിട്ടാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളുണ്ട് ഇവിടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിനുള്ള ബന്ധത്തില് 6-ാമത്തെ 7-ാമത്തെ കലശങ്ങള് 5 പേരെ നമ്മൾ കവർ ചെയ്തു. 6-ാമത്തെ 7-ാമത്തെ ഒരുമിച്ചാണ് അത് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് 3 ഭാഗങ്ങളായിട്ട് 1-ാമത്തെ ഭാഗം 83-ാം സങ്കീർത്തനത്തിലെ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഈ ഭാവിയിലേക്ക് ഈ ഓഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു കണ്ടിന്യൂവേഷൻ വരേണ്ടതിന് വേണ്ടി വെളിപാട് പുസ്തകം 16-ന്റെ ഈ 6-ാമത്തെ കലശത്തെ കുറിച്ച് 12 മുതൽ 16 വരെ വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് തുടങ്ങാം. ഇത് നമ്മള് ഈ 6-7 കലശങ്ങൾ ഒരുമിച്ചാണ് 16-ാം അധ്യായത്തിലെ പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിച്ചിട്ട് ഈ വെളിപാട് പുസ്തകം 16-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. 16 വരെ. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, താങ്ക് യു. 6-ാമത്തവൻ തൻ്റെ കലശം യുഫ്രാത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അത്ര മതിയോ? അത്രയും മതി. ഇത് ബാക്കിയൂടെ നമ്മൾ ഈ 2 കലശങ്ങളെ മുഴുവൻ ഇത് ബാക്കിയൂടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമ്മള് 3 ഘട്ടമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഹർമഗദോൻ യുദ്ധത്തിന്റെ 3 സെക്ഷനായിട്ട് 1-ാമത്തെ സെക്ഷനാണ് കഴിഞ്ഞത്. ദൈവം അനുവദിച്ച വരുന്ന ആഴ്ച നമ്മള് മറ്റേ 3-ാമത്തെ പാർട്ടി ഞാൻ പിന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ ബാക്കിയുള്ളത് വായിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 83-ാം സങ്കീർത്തനത്തില് ഒരു കോയലീഷൻ അവിടെ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ച പോലെ അബ്ദുൽ നാസർ 67 അതേ 83-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ തന്നെ ഉപയോഗിച്ചാണ്. വരുവിൻ ഇസ്രായേലിനി ഒരു ജാതിയായിരിക്കാതെ വണ്ണം ഭൂമിയുടെ ഭൂപടത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയാന്നും പറഞ്ഞാണ് അന്ന് വന്നത്. 6 ഡേ വാർ എന്ന് പറയും. ജൂൺ അവരെ ഇസ്രായേൽ പരാജയപ്പെടുത്തി അവരെ. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ജൂൺ മാസത്തില് ഈ ജൂൺ 15 ഇസ്രായേല് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. 12 ദിവസത്തെ വാർ എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇപ്പൊ ഈ 83-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള പാർട്ടികളാണ് മിക്കവാറും ഉണ്ട്. അവരെയെല്ലാം ഇസ്രായേല് നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 2-ാമത്തെ സെക്ഷന് എസെക്കിയേൽ 38.
അത് സോവിയറ്റ് യൂണിയനും ഇറാനും എല്ലാം കൂടെ ചേർന്നാണ്. ഇറാനും ഇപ്പം തമാശ എന്ന് പറയട്ടെ, യൂട്യൂബിലെ നോക്കിയാൽ കേരളത്തിലെ പിന്നെ ഇവിടുത്തെ ഒക്കെ പല പ്രവചന പണ്ഡിതന്മാര് ഇപ്പൊ SKL 38 ഇപ്പം തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് ഭയങ്കര പ്രസംഗങ്ങൾ മെസ്മറൈസ് ചെയ്ത് ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും നമ്മള് പത്രം വായിക്കുന്നവർക്കറിയാം, ഇസ്രായേല് 12 ദിവസത്തെ യുദ്ധം ചെയ്ത് ഇറാനിൽ കൂടാതെ നമ്മൾ അമേരിക്കൻ ബോംബിട്ട് അവിടുത്തെ 3 ന്യൂക്ലിയർ ഇറാനിലെ കംപ്ലീറ്റ് നശിപ്പിച്ചു കഴിഞ്ഞു. അവരുടനെ റിക്കവർ ചെയ്യാൻ പറ്റുകയില്ല. അത് കഴിഞ്ഞ് 2-3 വർഷങ്ങളായിട്ട് റഷ്യയും ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്ത് വളരെ വല്ലാത്ത നിലയിൽ അവർ അവശ നിലയിൽ ഇരിക്കുക. അവരെല്ലാം കൂടെ ഒരുമിച്ച്, ഇറാനും റഷ്യയും കൂടെ ഒരുമിച്ച് ഇപ്പം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുന്നത് വളരെ യാതൊരു യുക്തിക്കും ചേർന്നതല്ല. എന്നാൽ ഭാവിയിൽ ഇതെല്ലാം റിക്കവർ ചെയ്തിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് ആ ടൈം ഫ്രെയിമിനെ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓരോ പുസ്തകങ്ങൾ കേൾക്കുമ്പോൾ അവർ സെൻസേഷനലൈസ് ചെയ്യാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ സെക്ഷന് SKL 38-39 അവിടെ വരുമ്പോൾ ഈ വടക്കേ രാജ്യത്തു നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ആക്രമിക്കാൻ വരുമെന്ന് പറയുമ്പോൾ വടക്കേ രാജ്യം ഇസ്രായേലിന്റെ വടക്കുള്ളത് സിറിയയാണ്. അപ്പം 83-ാം സംഘത്തിലെ യുദ്ധം കഴിയുമ്പോൾ സിറിയയ്ക്ക് യാതൊരു ശക്തിയുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് നോക്കിയാൽ തന്നെ യുക്തിക്ക് തീരുന്നതല്ല സിറിയ ആണെന്നുള്ളത്. സിൻസ് റഷ്യ ഈസ് ഡയറക്ട്ലി വിത്ത് നോർത്ത് വിത്ത് മോസ്കോ, ബീയിങ് ഓൾമോസ്റ്റ് ഓൺ എ ഡയറക്റ്റ് നോർത്ത് സൗത്ത് ലൈൻ വിത്ത് ജെറുസലേം. ജെറുസലേമുമായിട്ട് യഥാർത്ഥത്തിൽ ആ മോസ്കോ നേരിട്ട് അതേ സൗത്തിലേക്കുള്ള ലൈനിൽ ഇസ്രായേലിലേക്കാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് SKL 38-39 പറഞ്ഞിരിക്കുന്ന റഷ്യയും അതിനോട് കൂടെയുള്ള സഖ്യകക്ഷികളും ഇറാൻ ഉൾപ്പെടെ വന്ന ഭാവിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് അർമഗദോൻ യുദ്ധത്തിന്റെ 2ാമത്തെ ഭാഗമാണ് ഞാനിപ്പോ ഇന്ന് പറയുന്നത്. ദൈവം SKL പ്രവാചകന് ഒരു മുന്നറിയിപ്പ് നൽകി. ദേവാലയത്തിന്റെ സമീപത്ത് വളർന്ന പ്രവാചകൻ ഒരു പുരോഹിതനും ആയിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും തോന്നില്ല. ഈ SKL പ്രവാചകൻ ഒരു പുരോഹിതനുമായിരുന്നു. ദേവാലയത്തിന്റെ സമീപത്താണ് വളർന്നത്. ദെബക്രിയസർ ആക്രമിച്ചപ്പോൾ ബാബിലോണിലേക്ക് കൊണ്ടുപോയവരിൽ SKLും ഉണ്ടായിരുന്നു. ബാബിലോണിൽ വെച്ച് BC 593-നും 570-നും ഇടയ്ക്കാണ് പ്രവചനങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് നടത്തിയത്. അപ്പൊ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചതുപോലെ 83-ാം സംഘത്തിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാണാൻ സാധിച്ചോ അത് വീഡിയോ? കണ്ടില്ല, ഓഡിയോ മെസ്സേജ് കിട്ടിയാണ്. അല്ല, പോസ്റ്റ് ചെയ്ത വീഡിയോ ആണോ? അല്ല, അതെന്റെ ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചെയ്ത്, ഞാനും അലക്സാണ്ടറിനും കൂടെ ചെയ്ത, റേമൻ ജോൺസൺ ചെയ്ത ഒരു വീഡിയോ ആണ്. ഓക്കെ, വേറെ ഈ ഒരാളെ കേട്ടുള്ളല്ലേ? അതിന്റെ അകത്ത് 83-ാം സംഘത്തിനോ ഇന്ന് പഠിക്കുന്ന ഗോഗ് മാഗോഗിന്റെ യുദ്ധവും അതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ 1 മണിക്കൂർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും അത് വീഡിയോ കൊണ്ട് കാണാം. പിന്നെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതും അതിന്റെ അകത്തുണ്ട്. ഇപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്നതും അതുകൂടെ വരുന്ന ആഴ്ച പഠിപ്പിക്കുന്ന ചൈനയിൽ നിന്ന് വരുന്ന പിന്നെ 200 മില്യൺ ആർമിയുടെ അതും അതിന്റെ ഒരു വീഡിയോ കൊണ്ട് ഞാനും അത് പോസ്റ്റ് ചെയ്യാം. ഈ ക്ലാസ് കഴിഞ്ഞ് ഇന്നോ നാളെയോ അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് കാണുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇത് ക്ലാസ് ശരിക്കും മനസ്സിലാക്കുവാനും വീഡിയോ കാണുമ്പോഴത് ചോദ്യോത്തരങ്ങളും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പം ഈ SKL പ്രവാചകന് ഭാവിയിലെ ഇസ്രായേലിന് വരുന്ന യഥാസ്ഥാപനത്തെ കുറിച്ച് അവിടെ ദൈവം ഒരു പ്രവചനം കൊടുക്കുകയാണ്. 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുന്നതിനെ കുറിച്ച് SKLന് പ്രവചനം ലഭിച്ചു. യഥാർത്ഥത്തിൽ ഇത് കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ ലോകം മുഴുവൻ ചിതറിപ്പാർത്തു, അവരെ നശിപ്പിക്കപ്പെട്ടു, എങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരും. 1000 ആണ്ട് വാഴ്ചയിൽ അവർക്ക് ദാവീദ് രാജാവായിട്ടിരിക്കും, അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ആ ഒരു വാഗ്ദത്തമാണ് പ്രവാചകനെ കൂടെ ദൈവം കൊടുക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പ്രസ്താവിച്ച പോലെ മൾട്ടിപ്പിൾ ഫുൾഫിൽമെന്റ് ഉണ്ട് പല പ്രവചനത്തിലും. അപ്പൊ ഇവിടെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ 1948 ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് അവിടെ സംഭവിച്ചു. 1948 സമയം. അതുകൊണ്ട് SKL പ്രവചനം ഞാൻ നോട്ടിൽ അവിടെ എഴുതിയായിരുന്നു നേരത്തെ. 37-1 മുതൽ 14 വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഇന്ന് സമയം അതില്ലാത്തത് കൊണ്ടാണ്, ഒത്തിരി ഭാഗങ്ങളുണ്ട് വായിക്കാനുണ്ട്, സമയം പോകുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് വാക്യങ്ങൾ 37-1 മുതൽ 14 വരെ ആരെങ്കിലും വായിച്ച് സഹായിക്കുക. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു.
അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു വന്നു. അത് മതിയോ? അത് മുഴുവൻ പഠിച്ചോ? അത് മതി. ഇപ്പൊ ഇതിന്റെ അലഗോറിക്കലി അവിടെ, മെറ്റഫോറിക്കലി അവിടെ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കിയ രീതിയിൽ അവിടെ എഴുതിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് താല്പര്യം, ഈ പ്രവചനത്തിൽ താല്പര്യമുള്ളവരുടെ 36-ാം അധ്യായം കൂടെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം 37-ാം അധ്യായം 14 വരെ ഇപ്പം വായിച്ചുള്ളൂ. എന്നാൽ അത് മുഴുവനും അത് വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്റെ റെക്കമെൻഡേഷൻ അതാണ്. ദ വാലി ഓഫ് ഡ്രൈ ബോൺസ് എന്ന് വളരെ വലിയൊരു പ്രയോഗമാണ്. AD 70 ദേവാലയം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദേവാലയം ടൈറ്റസ് റോമ ജനറല് അവിടെ നശിപ്പിച്ചു. അപ്പൊ അതിനുശേഷം യഹൂദന്മാർ ലോകം മുഴുവന് അവിടെ ചെതറിപ്പോയി. അപ്പൊ ആ സമയത്ത് നമുക്കും അറിയാം, അവിടെ നിന്ന് ചെതറിപ്പോയതിൽ ഒരു കൂട്ടര് AD 1-ാം നൂറ്റാണ്ടില് അവിടെ ഈ കേരളത്തിലും വന്നായിരുന്നു. അവിടെ ഈ നെബൂഖദ്നേസറിന്റെ സമയത്ത് കേരളത്തില് വന്നായിരുന്നു. ഈ 1-ാം നൂറ്റാണ്ടില് 70 അവിടെ നശിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ പോയ കൂട്ടത്തിൽ നമ്മൾ അവിടെയും വന്നു. നമ്മുടെ കേരളം മാത്രമേ ഉള്ളൂ ഇസ്രായേലിനെ, യഹൂദന്മാരെ ദ്രോഹിക്കാതെ അവരെ സ്വീകരിച്ച് അവർക്ക് ശരണം കൊടുത്തത്. അവര് ഇപ്പം ഞാൻ ഇന്നാളിൽ പോയപ്പോൾ അവിടെ 1-2 ഫാമിലിയേ ഉള്ളൂ, ബാക്കി എല്ലാവരും തിരിച്ചു പോയി. ഇപ്പൊ ഹിറ്റ്ലറിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് യഹൂദർ കൊല്ലപ്പെട്ടു. അത് നമുക്കറിയാം. അന്നേരം അത് യഥാർത്ഥത്തിൽ അസ്ഥിപഞ്ജരം ഇവിടെ ഈ എസ്കേൽ എഴുതിയിരിക്കുന്ന എത്ര 6 മില്യൺ യഹൂദന്മാരെയാ കൊന്നത്. അസ്ഥിപഞ്ജരങ്ങളാ മുഴുവൻ കണ്ടെടുത്തത്. അവിടെ അലഗോറിക്കലാ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു. 2-ാം ലോകമാറ്റത്ത് ഹിറ്റ്ലർ യഹൂദന്മാരെ എത്രയോ ലക്ഷക്കണക്കിന് അസ്ഥിപഞ്ജരങ്ങളാണ് കുഴിച്ചെടുത്തത്. ഇപ്പൊ എന്നാൽ ദൈവം അവരെ 1940 രാജ്യമാക്കി അസ്ഥിപഞ്ജരങ്ങൾക്ക് ജീവൻ വന്നു. എന്നാൽ ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്കിടെ, യഥാർത്ഥത്തിൽ ഇത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ യേശുക്രിസ്തു രാജാവ്, ദാവീദായിരിക്കും അവിടെ രാജാവ്. ദാവീദ് വൈസ് പ്രസിഡന്റ് പോലെ സബ് റീജിയന്റ് ആയിരിക്കും ഇസ്രായേലിന്റെ രാജാവായിട്ട്. 48 വന്ന് ഇപ്പോഴും ഈ കഴിഞ്ഞ യുദ്ധം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ഇസ്രായേൽ ലോകത്തിലെ 4-ാമത്തെ ശക്തിയാണ്. അമേരിക്ക, റഷ്യ, ചൈനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇസ്രായേൽ എത്രയും ഉണ്ട്. കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ. ഇത് ന്യൂജേഴ്സി എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേൽ അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ചെറുതാണ്. കേരളത്തിന്റെ പകുതി വലുപ്പം മാത്രമേ ഉള്ളൂ. കേരളത്തിന് എത്ര വലുപ്പം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ടീച്ചേഴ്സിനോട് ചോദിക്കേ, ടീച്ചേഴ്സ് ഉണ്ടല്ലോ. ല്ലേ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 38,863 കിലോമീറ്റർ ആണ് കേരളത്തിന്. അതിന്റെ പകുതി വലുപ്പം മാത്രമേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവം എത്രയോ അത്ഭുതകരമായിട്ടാണ് അവരെ വഴി നടത്തുന്നത്. ഇന്ന് 9 മില്യൺ ആൾക്കാരാണ് ഇസ്രായേൽ പാർക്കുന്നത്. അപ്പൊ ലോകത്തില് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാർ ഏറ്റവും കൂടുതലുള്ള ഏത് സിറ്റിയിലാണെന്നറിയാമോ ആർക്കെങ്കിലും? ന്യൂയോർക്കിലാണ്. പക്ഷെ അവിടെ ഇപ്പോ ഒരു പകുതി മലയാളിയായ ഒരാൾ മാർക്സിസ്റ്റുകാരാണ് വരാൻ പോകുന്നത്. യഹൂദന്മാർക്കെതിരായിട്ട് ഒരു മുസ്ലിമാണ് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള
ആ തത്വസമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ന്യൂയോർക്കിൽ മേയറായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ ന്യൂയോർക്കിലാണ് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾക്കാർ യഹൂദന്മാരുള്ളത്. ഇന്നത്തെ ഇസ്രായേലിനെ കുറിച്ച് ചുറ്റുമുള്ളവരുടെ ഭയത്തെപ്പറ്റി, അപ്പൊ ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് ഇവരെ പിന്നെ അവിടെ ദ്വേഷിക്കുന്നത്? അതിനകത്ത് ഹേറ്റഡ് എന്തുകൊണ്ടാണ്? 2500 വർഷത്തിന് മുമ്പ് ഈ ഹേറ്ററിനെ കുറിച്ച് സക്കറിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സമയമില്ല. സക്കറിയ പ്രവചനം 12:2 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കട്ടെ. ഇസ്രായേലിനെ കുറിച്ച് എപ്പോഴും ഇവർക്ക് അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും എല്ലാം ഇസ്രായേലാ. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു ഭൂപടം നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ, എന്റെ ഫേസ്ബുക്ക് കേട്ടിട്ടുണ്ട്, മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ് മുഴുവനും. അതിന്റെ ചെറിയൊരു പൊട്ട് പോലെ ചരട് പോലുള്ള ഒരു സ്ഥലമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇസ്രായേൽ മറ്റേയാണെന്നും പറഞ്ഞ് അന്ന് നിന്നും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പത്രത്തിലും എല്ലാം ഇസ്രായേലാണ് സർവനാശത്തിനും കാരണം. അത് ചുമ്മാതെ പറയുന്നതല്ല, സാത്താന്റെ ഒരു ഇതാണ്. സക്കറിയ 12:2 മുതൽ 3 വരെ ദൈവം പരിശുദ്ധാത്മാവോട് എഴുതിപ്പിച്ചിട്ടുണ്ട് ആ പ്രവാചകനെ കൊണ്ട്. സക്കറിയ 12:2 മുതൽ 3 വരെ. ഒരു പരിഭ്രമ പാർട്ടി യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദായ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഭൂമിയിലെ സകല ജാതികളും അതെത്ര 2500 കൊല്ലത്തിനും ഇപ്പോഴും ഇന്നും അത് അന്വർത്ഥമാണ്. ഇന്ന് വായിക്കുമ്പോഴും അവർക്ക് ഭാരമുള്ള കല്ലാണ്. അപ്പൊ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതിയത് മാഗോഗ്, റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എസെക്കിയേൽ പ്രവചനത്തില് അവിടെ പറഞ്ഞിട്ടുണ്ട്. റഷ്യയും ഇസ്ലാമിക് രാജ്യങ്ങളും കൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. എസെക്കിയേൽ 38 അത് പറയുന്നുണ്ട്. 38 1 മുതലുള്ള ഏതാനും വാക്യങ്ങൾ, ഒരു 10 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്. എസെക്കിയേൽ പ്രവചനത്തിന്റെ 38 1 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലുള്ള ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാഴ്സികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്യവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. അത്ര മതിയോ? ഇപ്പം തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് അത്രയും മതി. എന്നാല് നിങ്ങള് തീർച്ചയായിട്ടും വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ 14 വരെയായിരുന്നു വായിക്കാൻ എഴുതിയിരുന്നത്. എന്നാൽ ആ 14 വരെ ഒന്ന് വായിച്ചു. ഞാൻ അവിടുത്തെ 14 വായിച്ചു. ഇല്ല, 6 വരെ വായിച്ചുള്ളൂ. ബാക്കിയുടെ വായിരുന്നു 14 വരെ വായിരുന്നു. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവിയായിരിക്കുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്നു എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടക്കുന്നിടത്ത് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെടും. കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിനും
ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ചും സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്നും നീ പറയും. ശേബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? താങ്ക് യു വെരി മച്ച്. ഇത് വളരെ ഇതിനകത്ത് ഒത്തിരി ഇൻസൈറ്റ് ഉണ്ട്. ഈ ഗോഗ് എന്ന് പറയുന്നത്, ഈ മാഗോഗ് പറയുന്ന ഗോഗിനെ കുറിച്ച് ആരും ഒന്നും അധികം പറയാറില്ല. ഗോഗ് എന്ന് പറയുന്നത് ഇവരുടെ പ്രഭുവാണ്. ഇത് എന്റെ അഭിപ്രായത്തില് അന്തിക്രിസ്തു അവിടെ അത്രയും വരികയില്ലെങ്കിലും അന്തിക്രിസ്തു ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി. അതിന് താഴെയുള്ള അതുപോലുള്ള ഒരാളാണ് ഈ ഗോഗ് എന്ന് പറയുന്നത്. വളരെ ഇപ്പം നമ്മൾ റഷ്യയിൽ എത്രയോ പ്രസിഡന്റുമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ആരെയും ഓർക്കുന്നുണ്ടോ? കൂച്ചേവിനെ ഓർക്കുന്നുണ്ട്, സ്റ്റാലിനെ എല്ലാവരും ഓർത്തിരിക്കുന്നു. സ്റ്റാലിൻ എന്ന് പറയുന്ന പോലെ ഈ ഗോഗ് എന്ന് പറയുന്ന അവരുടെ ലോകം മുഴുവനായ പ്രസിദ്ധനായ വലിയൊരു വില്ലാളി വീരനായിരിക്കും. ആ ഗോഗ് ആയിരിക്കും ഇത് സാത്താന്റെ ആ ദുരുപദേശത്തില് ഇസ്രായേൽ അവിടെ വായിച്ചപ്പം മനസ്സിലായില്ല. അവര് വളരെ സുരക്ഷിതമായിട്ട് അവിടെ ജീവിക്കുകയാണ്, ശത്രുക്കളോടൊന്നുമില്ല. 83-ാം സങ്കീർത്തനത്തിലെ ആ യുദ്ധം കഴിയുന്നതിന് ശേഷം ശത്രുക്കളെ എല്ലാം ഒതുക്കിയിട്ട് ഇസ്രായേല് സ്വൈര്യമായിട്ട് മതിലുകളും ഒന്നുമില്ലാതെ വളരെ കഥക് പോലും അടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഇവരുടെ മനസ്സിലൊരു ദുരുപായം ഈ ഗോഗിന്റെ മനസ്സിൽ വരുന്നത്. ഇവരെ പോയി ആക്രമിച്ച് അവരുടെ സ്വത്തെല്ലാം കൈവശം ആക്കാം. അപ്പൊ ഞാനിതിൽ നിന്ന് എന്റെ അടുത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒത്തിരി പേര് ഈ പറയുന്നത് ഈ 38-ലെ യുദ്ധം ട്രിബുലേഷന്റെ മധ്യത്തിൽ വെച്ചാണെന്ന് ചിലർ പറയുന്നുണ്ട്. അതിന്റെ തുടക്കത്തിലാന്ന് പറയുന്നുണ്ട്. എന്റെ ഈ അഭിപ്രായത്തില് ഇത് ഈ 83-ാം സങ്കീർത്തനത്തിലെ യുദ്ധവും 38-ലെ യുദ്ധവും റാപ്ചറിന് മുമ്പ് തന്നെയാണ്. നമ്മൾ മധ്യാഹത്തിൽ ഈ കർത്താവായ യേശു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഭൂമി ഇപ്പം നമ്മള് ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ വേറെ പല യുദ്ധങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ട്. അതുപോലുള്ള യുദ്ധമായിരിക്കും. ന്യൂക്ലിയർ ബോംബ് കൊണ്ടുള്ള യുദ്ധമായിരിക്കില്ല. എന്നാൽ അത് അതിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായിട്ട് ഈ എസെക്കിയേല് കാണുന്ന ഈ ആക്രമണത്തിൽ വരുമ്പം സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം ഇടപെട്ടിട്ട് ദൈവം അവരെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവര് വലിയ മുസ്ലിം ആർമിയുമായിട്ടാണല്ലേ വരുന്നത്. മുസ്ലിങ്ങള് രാജ്യങ്ങൾ ഇപ്പം തന്നെ സോവിയറ്റ് യൂണിയൻ ബ്രേക്കപ്പ് ആയപ്പം 15 രാജ്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരി മുസ്ലിം രാജ്യങ്ങളുണ്ട്. കസാക്കിസ്ഥാന്, താജിക്കിസ്ഥാന്, അസർബൈജാന്, ഇങ്ങനെ ഒത്തിരി മുസ്ലിം രാജ്യങ്ങൾ, ഒരു 10 മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ട്. അവരൂടെ ഇവരുടെ കൂടെ കാണും. അപ്പൊ ഇത് നമുക്ക് അറിയാം, ഈ ഇറാൻ മുഴുവൻ ഷിയ മുസ്ലിമാണ്, മറ്റവര് സുന്നി മുസ്ലിമാണ്. ഇവരുടെ ഇസ്രായേലിനെതിരായിട്ട് വരുന്നുവെങ്കിലും ഇവരുടെ മനസ്സിൽ അവിടെ ഈ വിപ്ലവം ദൈവം അവിടെ സൃഷ്ടിക്കും. അപ്പൊ ഇവര് തമ്മിൽ തന്നെ സങ്കീർത്തി വന്ന ഒരു ഷിയ സുന്നിയും അത് തന്നെ ഒരിക്കലും ലോകത്തിൽ ഏറ്റവും ശത്രുതയുള്ള ഷിയായും സുന്നിയും തമ്മിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യാനികളോടുള്ളത് കൂടുതലും ഹിന്ദുക്കളോടുള്ളത് കൂടുതൽ ശത്രുത അവർ തമ്മിലുണ്ട്. സദാം ഹുസൈൻ അതുകൊണ്ടാണ് 10 വർഷം ഖൊമേനിയുമായിട്ട് അവിടെ യുദ്ധം ചെയ്തത്, അവിടെ 1980s. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ യുദ്ധത്തിനൊക്കെ വന്നുവെങ്കിൽ ഇടയ്ക്ക് വെച്ച് ദൈവം അവിടെ പ്രവർത്തിക്കും. ഇവർ തമ്മിൽ തന്നെ യുദ്ധം ചെയ്യും. അതുകൂടാതെ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം അത്ഭുതം കൊണ്ട് ഇവരെ ഭൂകമ്പവും അവിടെ പ്രകൃതിയുടെ ഇതുകൊണ്ട് ഇവരെ കംപ്ലീറ്റ് അവിടെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവരുടെ പേര് കാണാം. ഉൽപ്പത്തി പുസ്തകം 10 നോഹയുടെ സന്തതികൾ പാർത്ത രാജ്യങ്ങൾ കാണാം. ഇവിടെ ഈ മാഗോഗ് എന്നൊക്കെ പറയുന്ന നോഹയുടെ കൊച്ചുമകനാണല്ലോ. അപ്പൊ അവിടെ ഈ പഴയ നിയമത്തിൽ ഇവരുടെ എല്ലാം പേരുകളുണ്ട്. അപ്പൊ ഇവിടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച 83-ാം സംഘത്തിലെ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് ഞാൻ അവിടെ പ്രസ്താവിച്ചായിരുന്നു. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ 38 കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേര്, ഒന്നാമത്തേത് ലാൻഡ് ഓഫ് മാഗോഗ്. മാഗോഗ് എന്ന് പറയുന്നത് റഷ്യ, ഇപ്പോഴത്തെ റഷ്യയാണ്. മേശക്കൻ തൂബല്, അപ്പൊ പാർട്ട് ഓഫ് റഷ്യ. നിങ്ങൾക്ക് അറിയാമല്ലോ, റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. അത് കഴിഞ്ഞാണ് ചൈന 2ാമത്തെ രാജ്യം, കാനഡ 3ാമത്തെ രാജ്യം, അങ്ങനെയാണ് പോകുന്നത്. അപ്പം റഷ്യ എന്ന് പറയുന്ന വലിയ പല ഭൂഖണ്ഡങ്ങളും, ഏഷ്യ യൂറോപ്പും ഭൂഖണ്ഡങ്ങൾ
വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയൊരു രാജ്യമാണ്. സോവിയറ്റ് യൂണിയൻ ഇരുന്നപ്പോൾ അതിലും വലുതായിരുന്നു. അപ്പൊ രണ്ടാമത്തെ അവിടെ കാണുന്ന പേര് മേശക് ആൻഡ് തൂബല്. അത് ഞാൻ പറഞ്ഞാൽ പാർട്ട് ഓഫ് റഷ്യ. മൂന്നാമത് പേർഷ്യ. അത് നമുക്കറിയാമല്ലോ, പേർഷ്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറാന്, ആ കൂട്ടത്തിൽ ഇറാഖും അഫ്ഗാനിസ്ഥാനും ഒക്കെ കാണും അവിടെ. അവിടെ പിന്നെ നാലാമത് നമ്മൾ കണ്ടത് എത്യോപ്യ. അപ്പൊ എത്യോപ്യ അവിടെ തന്നെ ഇപ്പോഴും എത്യോപ്യ ഉണ്ട്, പിന്നെ സുഡാനും ഉണ്ട് ആ കൂട്ടത്തില്. എത്യോപ്യ സുഡാനും കാണും. ലിബിയ, എപ്പോഴും ലിബിയ എന്ന് തന്നെയാണ് അന്നത്തെ പേരും ഇന്നത്തെ പേരും. അഷ്കനേസ്, ആസ്ട്രിയ ആൻഡ് ജർമ്മനി ആണ് ആഷ്കനേസ് എന്ന് പറയുന്നത്. ഗോമർ, ഈസ്റ്റേൺ യൂറോപ്പ്. തോഗർമ, സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ഇസ്ലാമിക് നേഷൻസ് അണ്ടർ ദി ടർക്കിഷ് എംപയർ. അപ്പൊ തുർക്കികൾ ഇവിടെ കാണും. അപ്പൊ തുർക്കി ഇപ്പൊ നാറ്റോയിലൊക്കെ ആ യൂറോപ്പിന്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ആ കൂട്ടത്തില് തുർക്കി കാണും. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, സോവിയറ്റ് യൂണിയൻ ബ്രേക്കപ്പ് ആയപ്പോ ഉസ്ബെക്കിസ്ഥാന്, തജിക്കിസ്ഥാന്, അസർബൈജാന്, ഖസാക്കിസ്ഥാന്, കിർഗിസ്ഥാൻ എന്നും പറഞ്ഞ് വേറൊരു മുസ്ലിം രാജ്യമുണ്ട്. ഇവരെല്ലാം കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇസ്രായേൽ സമാധാനത്തോടെ കഴിയുന്ന സമയത്താണ് ഇവര് വരുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറഞ്ഞത്, ഇവിടെ ഈ ട്രിബ്യൂലേഷന് മുമ്പാണെന്ന് പറയാനുള്ള ക്ലൂ ഇത് ഇസ്രായേൽ വിൽ ബി, ഇപ്പം വായിച്ച്, ഇപ്പൊ മേരി ഒരിക്കൽ വായിച്ചതിൻ്റെ അത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേൽ വിൽ ബി ബേണിംഗ് ദ വെപ്പൺസ് ഓഫ് വാർ ഫോർ 7 years. ഇപ്പൊ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഈ യുദ്ധ സാമഗ്രികള് 7 വർഷം ഇസ്രായേല്. അപ്പം ഈ ട്രിബുലേഷന്റെ മിഡിൽ ഒരിക്കലും അതാകാൻ സാധ്യതയില്ല. അപ്പം ഈ ട്രിബുലേഷൻ എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷത്തിന്റെ അവസാനം യേശു ക്രിസ്തു നമ്മൾ വന്ന് 1000 ആണ്ട് വാഴ്ചയാണ് വരുന്നത്. അപ്പൊ 1000 ആണ്ട് വാഴ്ച ആ സമയത്ത് അവിടെ ടൈം ഫ്രെയിം ശരിയാകുന്നില്ല. കുഴിച്ചിടേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു വരുമ്പോ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ശുദ്ധമാക്കി എല്ലാം ഓർഡർ സ്ഥാപിക്കും. കയോസിൽ നിന്ന് ഈ ഗോയിങ് ടു ക്രിയേറ്റ് ഓർഡർ ചെയ്യണോ. അപ്പൊ അവിടെ അത് വരുന്നില്ല. അതുകൊണ്ടാണ് ട്രിബുലേഷന് മുമ്പാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ 7 മാസം അവിടെ വായിച്ചതിലുണ്ടായിരുന്ന അവിടെ ശവം കുഴിച്ചിടാൻ 7 മാസവും എടുക്കും. 7 വർഷം ആയുധങ്ങള് ഇത് നശിപ്പിക്കാൻ എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഇത് ഈ ട്രിബുലേഷന് മുമ്പാണ് ഇത് റാപ്ചറിന് മുമ്പാണെന്ന് ഞാൻ പ്രസ്താവിച്ചത്. ഇതാണ് നമ്മൾ ക്ലൂ നിൽക്കേണ്ടത്. റഷ്യൻ പട്ടാളം അവിടെ ഈ 85% റഷ്യൻ പട്ടാളം യുദ്ധത്തിൽ ഇത് കൊല്ലപ്പെട്ടു പോകും. അതിനുശേഷമാണ് അടുത്ത 3ാം ഘട്ടം വരുന്നത്, അന്തിക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നിപ്പം വായിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ച് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച വെളിപാട് 16 മുതൽ വായിച്ചിട്ട് അടുത്ത ഇനിയും പറഞ്ഞ യൂഫ്രാട്ടീസ് നദിയുടെ വായിക്കാറുണ്ടല്ലോ ആദ്യം ഇപ്പം വായിച്ചപ്പോൾ അവിടുന്ന് 200 മില്യൺ ആൾക്കാർ വരുന്നത്. ഇത് 2ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 1ാമത്തെ ഭാഗം 83 ഇസ്രായേൽ എല്ലാവരെയും നശിപ്പിച്ച് അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ഈ ഗോഗ് റഷ്യയും ഇറാനും എല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ പിന്നെ ആക്രമിക്കാൻ വരുമ്പം ദൈവം പിന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഇടപെട്ട് ആ പട്ടാളത്തെ മുഴുവൻ നശിപ്പിച്ച് 85% റഷ്യയുടെ പട്ടാളത്തെ നശിപ്പിച്ച് അവിടെ ഇസ്രായേലിനെ അവിടെ രക്ഷവരും. അത് അവിടെ കൊണ്ടും തീരുന്നില്ല. 3ാമത്തെ ഘട്ടം അന്നേരമാണ്. ഇത് കണ്ടുകൊണ്ട് അന്തിക്രിസ്തുവും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം അവിടെ വരുന്നത്. ചൈനയിൽ നിന്ന്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് 200 മില്യൺ ആർമീസ്, 200 മില്യൺ 20 കോടിയാണെന്ന് തോന്നുന്നു. 20 കോടി പട്ടാളം അവിടെ വരുന്നു. അതാണ് ഫൈനൽ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അതിനുശേഷമാണ് യേശുക്രിസ്തു വന്നിട്ട്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഇതിൽ പറയാണ്. ഇപ്പൊ ഇത് ഒരുമിച്ച് ഞാൻ പാക്കേജായിട്ട് പറഞ്ഞുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ വരുന്ന ആഴ്ചയും ഈ റെവലേഷന്റെ 19 വെളിപാടിന്റെ 19 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഈ ബാക്കിയുള്ള 18 അധ്യായങ്ങൾ വരുമ്പോൾ ഇനി നമ്മൾ പുറകോട്ട് ഇറങ്ങി ഈ ട്രിബുലേഷൻ പീരീഡിലെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ മുന്നോട്ട് നമ്മൾ ഇത് പാക്കേജ് രൂപമായതുകൊണ്ട് മുന്നോട്ട് പറഞ്ഞുവെങ്കിലും വരുന്ന ആഴ്ച പറയുമെങ്കിലും പിന്നെ ബാബിലോണിന്റെ ഒക്കെ പഠിക്കുമ്പോൾ ട്രിബുലേഷന്റെ കാലത്ത് നമ്മൾ പുറകോട്ട് വന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് പിന്നെ ഞാൻ ആ അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോയും ഇടാം. നിങ്ങൾ കാണാത്തവര് ഈ വീഡിയോയുടെ കാണുകയാണെങ്കിൽ, ഞാൻ ഇട്ട വീഡിയോയുടെ കാണുകയാണെങ്കിൽ, ഇടണമെന്നുണ്ടെങ്കിൽ അത് കാണാൻ പ്രയാസമുണ്ട്. ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇടാം. അത് കാണുകയാണെങ്കിൽ ഇപ്പം 83ാം സംഘത്തിന്റെയും മാഗോഗിന്റെ യുദ്ധത്തിന്റെയും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് 1 മണിക്കൂർ പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ വരുന്ന ആഴ്ചത്തെ പഠിപ്പിക്കുന്നത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇടാം. 5 മിനിറ്റ് ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങളോ വല്ലതും?
മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ? ആ, ഇപ്പൊ എന്നോട് ഇന്ന് കേട്ട ഒരാൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വിളിച്ചപ്പോഴാണ് നിങ്ങൾ ഞാൻ ഈ ഓഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്, എന്നെ അപ്പം പറഞ്ഞു നിങ്ങളുടെ സൗകര്യമാരെല്ലാം വളരെ ജ്ഞാനമുള്ളവരാണെന്ന് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അറിവിന് വേണ്ടി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ റെവലേഷൻ 16 നമ്മൾ പഠിച്ചെടുത്ത് വേഴ്സ് 13 തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന ഈവിൽ ട്രിനിറ്റിയാണോ? അത് ഏത് വ്യക്തിയാണെന്നാ ചോദിച്ചേ? അതെ, സാത്താന്റെ തൃത്വമാണ് അവിടെ കാണുന്നത്. സാത്താന്റെ പിന്നെ ഷാഷിന്റെ വായിൽ നിന്നും അന്തിക്രിസ്തുന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും അവിടെ വായിക്കുമ്പോൾ ട്രിനിറ്റിയുടെ തൃത്വത്തിന്റെ ഒരു കൗണ്ടർ ഫീറ്റ് ആണ് അവിടെ. അവരുടെ അശുദ്ധാത്മാക്കൾ വന്നിട്ട് ഈ 200 മില്യൺ ആർമിയെ, ചൈനയുടെ ആർമികളെ എല്ലാം കൂടെ, അപ്പം ഇപ്പം തന്നെ നമ്മൾ ഇത് ഈ ലോകത്തെ അനീതി നടക്കുന്ന ദുരാത്മാക്കൾ ഉണ്ടായിട്ടാണ്. ഇന്ന് തന്നെ ലോകത്തിൽ നടക്കുന്ന എന്തോ ഒരു കൊള്ളരാഴികൾ നടക്കുന്നു. ഇതെല്ലാം പൈശാചിക ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരിൽ അവര് അങ്ങനെ ജീവിക്കുന്നവരിൽ ഷാഷ് ഇടപെടാനും ഷാഷ് അവരെ പ്രൊസസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ ദൈവത്തിൽ വിശ്വാസത്തിൽ വളരെ ക്ലിയർ ആണ്. ഇതിൽ നിന്ന് മനസ്സിലായി ഇവര് ഇത്രയും അശുദ്ധാത്മാക്കളും പോയി അവരെ എല്ലാം അത് ഇവിടെ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴും അത് അന്വർത്ഥമാണ്. ഇന്ന് സാത്താൻ ഡീമൺസ് ലോകം മുഴുവൻ നടക്കുകയാണ്. നമ്മള് ഈ സത്യത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ സാത്താൻ നമ്മളെ വിശ്വാസികളിൽ പ്രൊസസ് ചെയ്യില്ലെങ്കിലും നമുക്ക് നമ്മുടെ ചെവി വന്ന് പറയുന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ എപ്പോഴും മിസ്ലീഡ് ചെയ്യും. അപ്പൊ ഇവിടെ വന്ന് ആ സമയത്ത് ഇതിന്റെ ഏറ്റവും ക്ലൈമാക്സില് ആ സാത്താന്റെ ശക്തികള് ഇവരിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഇവരിറക്കി വിട്ട് ആ യുദ്ധത്തിന്, ഫൈനൽ യുദ്ധത്തിന് സാത്താനാണ് അവിടെ, ആ ദുരാത്മാക്കളാണ് അവിടെ കൊണ്ടുവരുന്നത്, അവിടെ യുദ്ധത്തിന് വരുന്നത്. പക്ഷേ അവരെ എല്ലാവരും നശിച്ചു പോയേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. തവളെപ്പോലെന്ന് പറയുമ്പോൾ തന്നെ ഈ ഫറവോന്റെ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതുപോലെ പല കലശത്തെ പഠിച്ചല്ലോ. ഫറവോന്റെ സമയത്ത് പുറപ്പാട് ദിവസത്തിൽ വായിക്കുന്നുണ്ടോ തവളെപ്പോലെ പ്ലേഗ് പിന്നെ ഫറവോന്റെ സമയത്ത് പ്ലേഗ് വന്നപ്പോ, ബാധ വന്നപ്പം തവള വന്നില്ലായിരുന്നോ? അത് അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് പോലെ ഉള്ള ഒരു ഇതാണ്. ഇതെല്ലാം ഈ ഈവിൾ സ്പിരിറ്റിന്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഈവിൾ സ്പിരിറ്റ് എപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, അന്ന് കൂടുതലായിട്ടുണ്ട്. അപ്പം ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കാണുന്ന അവസാന സമയത്ത് ഈ ദുരാത്മാക്കള് കൂടുതൽ നമ്മളെയും തെറ്റിക്കാൻ ശ്രമിക്കും. അല്ലാത്തവര് പിന്നെ സാത്താന്റെ ആൾക്കാർ തന്നെയാണ്. അവർ തീർച്ചയായിട്ടും ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ അട്രോസിറ്റീസും എല്ലാം കാരണം ഇസ്രായേലിനെതിരായിട്ട് നീങ്ങുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതും പത്രത്തിൽ വരുന്നതും എല്ലാം ഇസ്രായേലിനെതിരെ ആ ഹേറ്റഡ്, ഇസ്രായേലിനുള്ള ഹേറ്റഡ് സാത്താനാണ് അതിന്റെ പുറകിൽ ഇസ്രായേലിനുള്ള ഹേറ്റഡ് വരുന്നത്, ദൈവമക്കളുള്ള ഹേറ്റഡ് വരുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കുന്നത്. Thank you all. Yeah, thank you very much. Yeah. Thank you. You're welcome. Bye-bye. Okay. Bye-bye.